പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ജിൻസി, കോയമ്പത്തൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വന്നത് 2021 ഡിസംബർ 28 ഇവിടെ വന്ന്. ഞാൻ വന്ന ഡേയ്സിൽ എങ്ങനെ ഉണ്ടായിരുന്നത് വെച്ചാൽ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അത് ആ സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവൻ്റെ സ്കിൻ ഡിസീസ് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, അത് എക്സ്ട്രീം കണ്ടീഷനിലാണ് ഇരുന്നത്. കൊച്ചു ജനിച്ച് 3 മാസം ആയപ്പോൾ അവൻ്റെ സ്കിന്നിൽ ഒരു പിമ്പിൾ പോലെ വന്ന്. അതിന് ഞങ്ങൾ നോർമൽ പീഡിയാട്രിഷ്യനെ കാണിച്ച് അതിന് മരുന്ന് കൊടുത്തപ്പോൾ അത് ശരിയായില്ല. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ശരി നമ്മൾ നല്ല ഡെർമറ്റോളജിസ്റ്റെ കാണിക്കാമെന്ന് പറഞ്ഞ് ഒരു ഡോക്ടർ റെഫർ ചെയ്ത് അവിടെ പോയി. അവിടെയും നോക്കിയപ്പോൾ ആ ഡോക്ടർ പ്രോബയോട്ടിക്സ് അങ്ങനെ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളത് കൊടുത്ത് വന്നപ്പോൾ അതിലും സമാധാനം പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേറെ ഒരു നല്ല ഡോക്ടറെ കാണിക്കാമെന്ന് ഓർത്ത് കോയമ്പത്തൂരിൽ തന്നെ ഒരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ പോയി. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സ്കൂളിൽ ടീച്ചറായിരുന്നു. അപ്പോൾ അവിടെ ഒരു കൊച്ചിക്ക് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, ആ കൊച്ചി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു 4 കൊല്ലം ആ കൊച്ചിനെ കണ്ട കാരണം ഞാൻ വയറ്റിൽ എൻ്റെ കൊച്ചിരിക്കുമ്പോൾ ആ കൊച്ചെ കണ്ടിട്ട് നെറ്റിപ്പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കൊച്ച് സഹിക്കുന്നത്, ഇത് നമുക്ക് പറ്റില്ല ഇങ്ങനെയൊക്കെ ഒരു കൊച്ചുണ്ടായെന്ന് പറഞ്ഞ് നെറ്റിപ്പോയിട്ടുണ്ട് ആ കൊച്ചിനെ കണ്ടിട്ട്. അപ്പോൾ ആ പേരൻസിനോട് ഒരു കോൺടാക്റ്റ് ഇരുന്ന കാരണം ഞാൻ ഇവൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഇതെന്താണ് ഇങ്ങനെയാണ് അവൾക്ക് സ്റ്റാർട്ടായതെന്ന് ചോദിച്ചപ്പോൾ മിസ് ഒന്നും വിഷമിക്കല്ലേ, അതിങ്ങനെ ഉണ്ടാവും, ബട്ട് ഇത് എക്സീമായിരിക്കും, അവളുടെ വന്നത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറഞ്ഞ്. അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ടെസ്റ്റിന് കാണിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചത് ഈ അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് എന്ന് വാർത്ത മാത്രമേ ഞാൻ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ റൂമിലെത്തിയിട്ട് ഇവനെ കണ്ടപ്പോൾ തന്നെ ഇത് അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ് ആണ്, ഇത് നോൺ ക്യൂറബിൾ ഡിസീസ്, ഇത് വരുമ്പോൾ നമ്മൾ ഈ സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ് അത് അപ്ലൈ ചെയ്ത് കുറച്ച് എടുക്കാൻ പാടുള്ളൂ, കുറേ എടുക്കാൻ പാടില്ല, കുറച്ച് എടുക്കണം. അത് സ്കിന്നിൽ ഫ്ലാരപ്പ് ആകുമ്പോൾ ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യും, ശരിയാകുമ്പോൾ വിട്ടേക്ക്, പിന്നെയും വരുമ്പോൾ പിന്നെയും ചെയ്യുന്നത്, ഇതാണ് റൊട്ടീൻ, ഇത് മാറില്ല, ഇത് നോൺ ക്യൂറബിൾ ഡിസീസാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഭയങ്കര കരഞ്ഞുപോയി. ഏന്നാൽ ഇതിൻ്റെ എക്സ്ട്രീം കണ്ടീഷൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞതുകൊണ്ട് എനിക്കത് അപ്പം സഹിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ പ്രാർത്ഥന കൂടി പോയി. അപ്പോൾ ഇവന് ആ മരുന്ന് അവർ തന്ന ഈ ക്രീമും വെച്ചിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് ഇത് ശരിയാവില്ല, ഈ ക്രീമും വെച്ചിട്ട് നടക്കുന്നത് ശരിയാവില്ല, നമ്മൾ ഹോമിയോപ്പതി കാണിക്കുക. അങ്ങനെ പറഞ്ഞപ്പോൾ ശരി അമ്മയുടെ വാക്കനുസരിച്ച് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് പോയി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇത് നിങ്ങൾ ഓയിൻമെൻറ്റൊക്കെ അപ്ലൈ ചെയ്താൽ അവന് ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട്സ് വരും, കിഡ്നി പ്രോബ്ലം വരും, ഇല്ലെങ്കിൽ ആസ്തമ, അങ്ങനത്തെ വളരെ ദുരിതമായ സംഭവങ്ങൾ അവനക്ക് വരും ഫ്യൂച്ചറിൽ, അവനത് സഹിക്കാൻ പറ്റില്ല. ബട്ട് ഇപ്പോൾ വന്നത് നന്നായി, നമ്മൾ ഹോമിയോപ്പതി തന്നെ ക്യൂർ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഹോപ്പ് കൊടുത്ത് 6 months നിങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നാൽ അത് ശരിയാകും എന്ന് പറഞ്ഞ് നമ്മൾ 6 months അതന്നെ നോക്കിയിരുന്നു. 6 months 1 year ആയി. 1 year ആയപ്പോഴും അവൻ്റെ ഇത് ശരിയായില്ല. അതെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് കുറഞ്ഞു വന്നാൽ അതിൻ്റെ 3 ഭാഗം കൂടി വരും അവൻ്റെ ശരീരത്തിൽ. അത്രയും സിവിയറായിപ്പോയി. അവൻ്റെ മോഷൻ ഭയങ്കര ടൈറ്റായി, മരുന്ന് കൂടുതലായി, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ലഞ്ച്, ഡിന്നർ, നൈറ്റ് ടൈം എന്ന് പറഞ്ഞ് ബിഫോർ ഫുഡ്, ആഫ്റ്റർ ഫുഡ്, അത്രയും മെഡിസിൻസ് അവന് കൊടുക്കാൻ തുടങ്ങി. ഹോമിയോപ്പതി ശരി സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാലും നമുക്ക് കൊടുക്കുന്നത് അത്രയും പ്രിയപ്പെട്ടില്ല. ബട്ട് 1 year ആ ഡോക്ടറിനെ നോക്കിയിട്ട് അവന് റിസൾട്ട് കാണാണ്ട് ശരി നമ്മൾ വേറെ ഡോക്ടറെ നോക്കാമെന്ന് പറഞ്ഞ് ഹോമിയോപ്പതി തന്നെ വേറെ ഡോക്ടറെ നോക്കി. അതൊരു 9 മാസം, അവിടെയും ശരിയായില്ല. അവസാനം ഇന്നൊരു ലാസ്റ്റ് ഒരു ഫൈനൽ ഒരു ഡോക്ടർ നോക്കിയപ്പോൾ അവിടെ നിന്ന് മാറാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഒരു കൊല്ലം ആ ഡോക്ടറിനെയും കണ്ട് എല്ലാവർക്കും ഇവൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല, വളരെ സെൻസിറ്റീവാണ്, ഏത് മരുന്ന് കൊടുത്താലും ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഇവനെ കാണുന്നത്. നമുക്ക് ഡോക്ടറെ എത്രയും ട്രൈ ചെയ്യാൻ പറ്റുമോ അത്രയും ട്രൈ ചെയ്തു. അത് കാരണം എനിക്ക് ആ ഡോക്ടറെ മാറാനും മനസ്സിലായി. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവൻ്റെ കാര്യം നേരത്തെ തന്നെ നമുക്ക് അറിഞ്ഞ കാരണം ഇപ്പോൾ പുതിയ ഡോക്ടറെ അടുത്ത് പോയി ട്രയൽ ആൻഡ് എറർ മാതിരി ഇവനെ വെച്ച് ട്രൈ ചെയ്യേണ്ടെന്ന് ഓർത്തിട്ട് ശരി ഏതായാലും ഇനി ഡോക്ടർ മാറാൻ പോകുന്നില്ല, ഈ ഡോക്ടർ തന്നെ നോക്കാം അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ ഇവന് 2021 നവംബർ ഫീവർ തുടങ്ങി. ഫീവർ എന്ന് വെച്ചാൽ ഒരു ആഴ്ചയിൽ വരാൻ തുടങ്ങി. അതിൻ്റെ ഗ്യാപ്പ് വളരെ കുറവായി. ഫീവർ വരും,
മരുന്ന് കൊടുക്കും, ശരിയാവും, പിന്നെയും ഫീവർ വരും, മരുന്ന് കൊടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി ആൾ ഭയങ്കര വീക്കായി, ഇമ്മ്യൂണിറ്റി ലെവൽ വളരെ ലോ ആയി പോയിട്ടിരിക്കുന്നതാണ്. ഇനി ഇത് ശരിയാവില്ല, ഇങ്ങനെ പോയാൽ വലിയ പ്രശ്നത്തിൽ കൊണ്ടുവരുമെന്ന് ഇട്ടിട്ട് ഞമ്മ എന്ത് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡോട് എനിക്ക് കൃപാസനത്തിൻ്റെ ഓർമ്മ വന്ന് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കണം അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇപ്പം നമുക്കത് എങ്ങനെ പറ്റും, അവന് ഉറക്കമില്ല, നമ്മൾ ഇവിടെ നിന്ന് അത്രയും ദൂരം പോകണം, പിന്നെ അവന് ഫുഡൊക്കെ ശരിയാക്കണത് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് ഒന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇല്ല, എന്തെങ്കിലും ഞാൻ മാർഗ്ഗം ഉണ്ടാക്കി ഞാൻ ചെയ്തോളാം, എനിക്കിവിടെ ആലപ്പിയിലെ ആരെയും അറിയില്ല, ബട്ട് എനിവേസ് നമ്മൾ ട്രൈ ചെയ്യാം, ഞാൻ പോവും, എന്തെങ്കിലും ചെയ്ത് ഞാൻ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കാം, ബട്ട് ഞാൻ ഇവിടെ പോയേ പറ്റൂ, എനിക്ക് ഉടമ്പടി എടുത്തേ പറ്റൂ, അപ്പോഴേ എനിക്കൊരു സമാധാനം കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടെ വരുന്നപ്പോൾ ട്രെയിനിൽ വെച്ച് ഭയങ്കര കരച്ചിലാണ് കൊച്ച്, മാന്തിയിട്ട് ചൊട്ടി ചോരയൊക്കെ വന്ന് അടുത്ത് ഇരിക്കുന്ന ആൾക്കാരൊക്കെ കമ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് നോക്കിയിട്ട് പാവം ഈ കൊച്ച് എന്താ ഇങ്ങനെ കരയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരോട് ദേഷ്യം തോന്നി, നിങ്ങൾക്ക് വേറെ പണിയിൽ പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല. എല്ലാവരെയും നമുക്കും ഡിസ്റ്റർബായിട്ട് മറ്റവർക്കും ഡിസ്റ്റർബായിട്ടിരിക്കുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതിന് മറുപടി കൊടുക്കാൻ അത്രയും സമാധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വെച്ചും ഭയങ്കര കരച്ചിലായിരുന്നു കൊച്ച്. അപ്പോൾ ഈ വാച്ച്മാൻ അവരൊക്കെ നോക്കി എന്താ ഈ കൊച്ചി ഇങ്ങനെ കരയ്ക്കുന്നത്, പുറത്ത് കച്ചവടം ചെയ്യുന്നവരൊക്കെ എന്തൊക്കെയോ ട്രൈ ചെയ്ത്, ബട്ട് അവൻ കരച്ചിൽ നിന്നില്ല, കുറേ കരഞ്ഞ്. അപ്പം ഞാൻ ഈ ആലൻസ് കാഫെ ഇവിടെ പുറത്തിരിക്കുന്ന ചേച്ചിയോട് ചേച്ചി ഞാൻ കൊച്ചിന് കുറച്ച് ചോറുണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി കുറച്ച് നോക്കി, പിന്നെ ശരി മോളി ചെയ്തോന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് സഹായം ചോദിച്ച് അവരുടെ കടയിൽ ഈ ടീ ഒക്കെ ഉണ്ടാക്കുന്ന അവരുടെ കടയിൽ നിന്ന് ഇവിടെ ഫുഡ് റെഡിയാക്കി കൊടുത്തിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പോയി. പോണ വഴിക്ക് ആലപ്പി ബസ് സ്റ്റാൻഡിൽ വെച്ചും ഒരു ഹോട്ടലിൽ ചോദിച്ച് കൂടൊക്കെ കുറുക്കി കൊടുത്തിട്ടാണ് ഞങ്ങൾ ട്രെയിൻ കയറി പോയത്. അപ്പോൾ ഒരു വിശ്വാസമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് അച്ഛൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യണം, ഈ സാക്ഷ്യം കേൾക്കണം, അച്ഛൻ്റെ മെസ്സേജ് കേൾക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പോയ ശേഷമാണ് ഞാൻ സാക്ഷിയൊക്കെ കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം കൂടി, ശരി നമുക്ക് ശരിയാവുന്നത്. അതിൻ്റെ ഒരു മാസം ഉടമ്പടി എടുത്ത് ഒരു മാസത്തിൽ തന്നെ എനിക്ക് തിരിച്ചിവിടെ കേരളക്ക് വരാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞ് എനിക്ക് പിന്നെയും കൃപാസനം പോകണം, ഇത്രയും ദൂരം വന്നിട്ട് കൃപാസനത്തിൽ കയറാതെ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വെച്ചാൽ എനിക്ക് അച്ഛനെ കുറിച്ച് ഫസ്റ്റ് അറിഞ്ഞില്ല, ബട്ട് ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് ജെയ്ഡനക്ക് തലയിൽ ബ്ലെസ്സിങ് മേടിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ പുറത്ത് മാതാരുടെ അടുത്ത് നിന്ന് പറഞ്ഞ് എനിക്ക് എങ്ങനെയെങ്കിലും ഇന്ന് അച്ഛനെ കണ്ട് എൻ്റെ മോന് വേണ്ടി ഒരു ബ്ലെസ്സിങ് മേടിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചോദിച്ചപ്പോൾ അച്ഛൻ അവൈലബിൾ ആയിട്ടില്ല, കൊറോണ കാരണം അച്ഛനെ ആരെയും ഇപ്പോൾ കാണാറില്ല എന്ന് പറഞ്ഞു. ബട്ട് എനിക്ക് പിന്നെയും ഞാൻ നിന്ന് കരഞ്ഞ് ഇല്ല എനിക്ക് കണ്ടേ പറ്റൂ, അമ്മ മാതാവിനോട് പറഞ്ഞ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ബ്രദർ ഒരുത്തർ സഹായിച്ച് ഞാൻ അച്ഛനോട് ചോദിച്ചു നോക്കാം, അച്ഛൻ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അച്ഛൻ സമ്മതിച്ച് കൊണ്ടുപോയി. അവനെയും ബ്ലെസ്സിങ് ചെയ്തപ്പോൾ നമുക്ക് വളരെ ആശ്വാസമായി. ഇതിന് കൃപാസനത്തിന് മുമ്പ് എനിക്കറിഞ്ഞത് വിജയ്കുമാർ ബ്രദറിൻ്റെ പ്രേയറിലാണ് ഞങ്ങൾ എപ്പോഴും കൂടുന്നത്. അപ്പോൾ അവിടെ ഞാൻ 1.5 വയസ്സായിരിക്കുമ്പോൾ ഇവന് 1.5 വയസ്സായിരിക്കുമ്പോൾ ഞങ്ങൾ അതിനു മുമ്പ് തന്നെ ഈ ജവമാല റാലിയിൽ എല്ലാ കൊല്ലം അവിടെ കൂടാറുണ്ട് മരിയൻ പ്രേയറിൽ. അപ്പോൾ ഇവന് 1.5 വയസ്സിരിക്കുമ്പോൾ കൊറോണ ടൈമിൽ ഞങ്ങൾ മരിയൻ പ്രേയർ ഹൗസിൽ ഇത് ജവമാല റാലിയിൽ കൂടിയിട്ട് ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചിട്ട് ബ്രദറിനോടും ബ്ലെസ്സിങ് മേടിക്കാൻ നോക്കിയപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് ഇവന് 3 വയസ്സ് കഴിയുമ്പോൾ ഇവന് ശരിയാകും കേട്ടോ അങ്ങനെ പറഞ്ഞിട്ട് വിറ്റപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. 1.5 വയസ്സായപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടിരിക്കുന്നത്, ഇനി 3 വയസ്സ് വരെ നമുക്ക് എങ്ങനെ ഇത് സഹിക്കാൻ പറ്റുമെന്ന് ഓർത്ത് ഭയങ്കര വിഷമമായി. പിന്നെ ഇവിടെ വരുമ്പോൾ അവന് ഇവിടെ വരുമ്പോൾ എങ്ങനെ വെച്ചാൽ ഒരു 3.5 വയസ്സ് വരെ 2 മണിക്കൂറിന് വൺസ് എണിക്കും, ഉറക്കം ഒറ്റുമില്ല. എങ്ങനെ ഫുൾ റാപ്പ് ചെയ്യണം, ഇപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ആ ഫുൾ ചെതിലൊക്കെ പൊളിഞ്ഞിരിക്കണല്ലേ, അപ്പോൾ കാറ്റ് പെടുമ്പോൾ അവന് ഭയങ്കര വേദനിക്കും. അപ്പോൾ ഫുള്ളി കവർ ചെയ്ത് നമ്മൾ കൊണ്ടുപോയി വരണം. മണം എന്ന് വെച്ചാൽ നമ്മൾ മുറി ഓപ്പൺ ചെയ്താൽ തന്നെ മണം വരും. അവൻ്റെ ഡ്രസ്സ് ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് പിന്നെയും ചൂടുവെള്ളത്തിലിട്ടാലേ ആ ഡ്രസ്സിൽ മണം പോവും. പിന്നെ അവൻ്റെ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സ് ഇട്ടെങ്കിൽ അത് ഫുൾ ഒരു മഞ്ഞളും ചോരയും കലർന്ന ഒരു ഇതായിരിക്കും. ഡ്രസ്സ് ഇങ്ങനെ ശരീരത്തിലോട് ഒട്ടിപ്പിടിക്കും. പിന്നെ അവനിങ്ങനെ പൊട്ടിക്കണ മാതിരി സൗണ്ട് വരും, ഇങ്ങനെ ഡ്രസ്സ് ഊരുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും. കുളിപ്പിക്കാൻ പറ്റില്ല, അത് ഭയങ്കര എരിച്ചില കൊണ്ട് കൊച്ചു ഭയങ്കര കരച്ചിലായിരിക്കും.
അടുത്തിരിക്കുന്നവരൊക്കെ ചോദിക്കുക എന്താ ഇങ്ങനെ കരയുന്നത് കൊച്ചെന്ന് പറഞ്ഞാൽ അവന് നിർത്തൂല, കരയാൻ തുടങ്ങിയാൽ നിർത്തുമില്ല, പിന്നെ ഉറക്കമില്ല. ഞങ്ങൾക്കും ഞങ്ങളുടെ റൊട്ടീൻ മാറിപ്പോയി. കാലത്ത് ഉച്ചയ്ക്കുന്നതൊക്കെ ഞങ്ങൾ മിഡ് നൈറ്റിലാണ് എണീക്കുന്നത്, ഉച്ചയ്ക്കാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാറി, ഒക്കെ കംപ്ലീറ്റ് റൊട്ടീൻ മാറി. നോർമൽ ലൈഫിൽ ഞങ്ങളില്ല. ഞാനും ഹസ്ബൻഡും ജോലിക്ക് പോയിട്ട് വന്നാലും അവനെയും നോക്കും, എനിക്കും മാറി മാറി അങ്ങനെ ഇരുന്നേച്ച്. അപ്പോൾ ഈ ബ്രദർ 3 വയസ്സ് കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ശരി, ഇത് നമുക്ക് കർത്താവ് അനുഭവിച്ച ഒരു സിലുവയാണ്, നമുക്കത് താങ്ങാൻ കൂടിയ ശക്തി വേണമെന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നേച്ച്. പിന്നെ ഇവിടെ വന്ന് കൊടുത്ത നേർച്ച വസ്തു ആണ് ഇവന് ഞങ്ങൾ കൊടുത്തത്. ലോക്കറ്റ് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ അവൻ്റെ കഴുത്തിൽ ജവമാലയിൽ ഇട്ട് കൊടുത്തു ഞങ്ങൾ. പിന്നെ ഫുഡിൽ എപ്പോഴും ഉപ്പ് പിന്നെ തേന് ഇവനെ എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊരു സമാധാനമുണ്ട്, ശരി എങ്ങനെയെങ്കിലും അവനൊന്ന് ശരിയാവും. അപ്പോൾ ഞങ്ങൾക്ക് കിടക്കുമ്പോഴൊക്കെ ഞങ്ങൾ ഓർക്കുന്നത് ഇവിടെ അത്രയും സിവിയർ കണ്ടീഷനിലിരിക്കുമ്പോഴും നമ്മളിവിടെ നിന്ന് സാക്ഷ്യം പറയുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് ശരിയാവും, നമ്മൾ ഒരു നാൾ സാക്ഷിയാകും എന്ന് പറഞ്ഞ് വിശ്വസിച്ച് അങ്ങനെ ഇരുന്ന് പിന്നെ മാതാവിനോട് പറഞ്ഞ് ഇവനെ മരുന്നില്ലാണ്ട് ഇവനെ ശരിയാക്കണം, ഞങ്ങൾക്ക് ഒരു നല്ല ആളെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ കറസ്പോണ്ടൻറ്റ് വഴി ഒരു നല്ല ഒരു ഡോക്ടർ, അക്യുപ്രഷർ ഡോക്ടറിനെ കണ്ടെത്തി. ആ ഡോക്ടർ ആദ്യം നോക്കിയപ്പോൾ പറഞ്ഞ് കണ്ടീഷൻ വളരെ മോശമാണ് ഇവനെ ഡോക്ടർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് നിങ്ങൾക്ക് വേറെ കൊച്ചുകളുണ്ടായിരുന്നോ ചോദിച്ചു. ഇല്ല, കൊച്ചില്ല, ഒരു കൊച്ചാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ സെക്കൻഡ് ട്രൈ ചെയ്യൂടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇവന് ശരിയാകാണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇതില്ല, ഇവനെ ആദ്യം ഞങ്ങൾക്ക് ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ശരിയെന്ന് വിട്ട്. 3 ഡേയ്സിൽ തന്നെ മിറാക്കിൾ പോലെ അവന് ശരിയായി. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങളോടൊപ്പം കർത്താവുണ്ട് കേട്ടോ, ഞാൻ പോലും വിചാരിച്ചില്ല ഇവന് ഇത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, നിങ്ങളോടൊപ്പം ഗോഡ്സ് ഗ്രേസ് ആണ് അവൻ ശരിയായത് പറഞ്ഞു. 3 മാസം കംപ്ലീറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കംപ്ലീറ്റ് ക്ലിയറായി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് നന്ദി പറഞ്ഞു, താങ്ക് യു ഡോക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ആദ്യം എനിക്ക് ഈ പോസ്റ്ററൊക്കെ കണ്ണു മുമ്പിൽ വരാറുണ്ട്, ഈ മരിച്ച ആൾക്കാർക്ക് നമ്മൾ പോസ്റ്റർ അടിക്കൂലേ അതുപോലെ. ഞാനാണ് കുറച്ച് സ്ട്രോങ് ആയുള്ള ആൾ, ബട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കിങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ ഇങ്ങനെ വന്നു പോണ്, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്കും ഭയങ്കര വിഷമായി. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ ഇവൻ കിട്ടൂല, ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടൂല എന്ന് ഓർത്താണ് ഞാൻ വന്നത്, ബട്ട് ഇവനെ ശരിയാക്കി കിട്ടും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ ആദ്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചത് ഓർമ്മയുണ്ടാ, നിനക്ക് വേറെ കൊച്ചുകളുണ്ടായില്ല ട്രൈ ചെയ്തുവിടുമെന്ന് പറഞ്ഞപ്പോൾ അവന് കിട്ടില്ല എന്നാണ് എൻ്റെ വരുന്നത് വെച്ച്. അത്രയും ബെസ്റ്റ് കണ്ടീഷനിലാണ് നിങ്ങൾ കൊണ്ടുവന്നത്, അവന് ശരിയായത് എനിക്ക് തന്നെ മിറാക്കിളാണ്, ഗോഡ്സ് ഗ്രേസ് ആണെന്ന് പറഞ്ഞ് ഡോക്ടറും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ്. ഇപ്പം അവൻ നോർമൽ കൊച്ചുകൾ പോലെ നല്ലോണം ഉറങ്ങുന്നുണ്ട്, കളിക്കുന്നുണ്ട്. അവന് ഫുഡ് വെജിറ്റബിൾസൊക്കെ കൊടുക്കുക, ഫ്രൂട്ട്സും കൊടുക്കുക, ഒന്നും കുഴപ്പമില്ല. അവനിപ്പോൾ നമുക്ക് നല്ല ഒരു കുട്ടനായിട്ട് ഞങ്ങൾക്ക് തിരിച്ചു കൊടുത്ത മാതാവിക്ക് കോടാനക്കോടി നന്ദി. ഇവിടെ വന്നപ്പോൾ നിയോഗം വെച്ചത് എനിക്ക് ഇവനെ ശരിയാക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ചിട്ടില്ല. ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മോനെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ, ജേഡന് യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കണേ, അവന് ലൂക്ക 2:58 പറഞ്ഞ പോലെ അത് തമ്മിൽ പറയാം, യേശു ക്രിസ്തുവെ പോൽ ഉടൽ വളർച്ചയിലും മന വളർച്ചയിലും കടവുളുക്കും മനിതനുക്കും ഉഗന്ധവനായി വളരുക அப்படின்னு അങ്ങനെയാണ് പറഞ്ഞ് വെച്ചത്. പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണേ, ഇവൻ യേശുവിനെ പ്രതിഫലിക്കണേ, അങ്ങനെ പറഞ്ഞാണ് എൻ്റെ നിയോഗങ്ങൾ വെച്ചത്. അപ്പോൾ അമ്മ പറഞ്ഞ് ഇങ്ങനത്തെ നിയോഗങ്ങൾ വെച്ച് സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു. ബട്ട് ഇവൻ്റെ വിശ്വാസം ഇപ്പോൾ കൊച്ചിനെ ചോദിച്ചാൽ അറിയാം, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആര് തരുമെന്ന് വെച്ചാൽ തമ്പ തരും. ഞങ്ങൾ വണ്ടി എടുക്കുമ്പോൾ മമ്മി പ്രാർത്ഥിച്ചാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിശ്വാസക്കുറവെന്ന് പറഞ്ഞാൽ ഇത്രയും ദിവസമായിട്ടും അവന് ശരിയാകുന്നില്ലല്ലോ പറഞ്ഞ് ഭയങ്കര വിഷമത്തിലാവുമ്പോൾ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറയും മമ്മി പ്രാർത്ഥിക്ക് തമ്പ തരും. അങ്ങനെയാണ് അവൻ എനിക്ക് പറഞ്ഞു കൊടുത്തത്. തമ്പ ശരിയാക്കി തരുമെന്ന് പറഞ്ഞ് അവൻ പറയും മമ്മി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് അവൻ പറയും. ഇപ്പോൾ ഏത് കാര്യമായാലും പ്രാർത്ഥനയിലാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈവൻ ഞങ്ങൾക്കൊരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൊച്ച് എങ്ങനെ വളരണം എന്നൊരു രീതിയിൽ നമ്മൾ ആഗ്രഹിക്കും. ബട്ട് ഈ റിയൽ ലൈഫിൽ അങ്ങനെ കൊച്ചുകൾ വരുന്നില്ല. ബട്ട് അവൻ്റെ ഇത് ദിവസം പള്ളിയിൽ പോവും, ഇത് ആ ഫാദർ ഇൻ ഹെവൻ ഹെയിൽ മേരി അതൊക്കെ ആ പ്രാർത്ഥന പറഞ്ഞിട്ട് വരും. അവൻ്റെ വിശ്വാസം അവന് ആർ ശരിയാക്കി തന്നു പറഞ്ഞാൽ തമ്പ ശരിയാക്കി തന്നു. എല്ലാം ശരിയായി അവസാനം ഉള്ളനടിയിൽ ഒന്നുണ്ടായിരുന്നു. ആ കാലിൽ മാത്രം അവന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു.
അപ്പോൾ ഞങ്ങളും വിഷമിച്ചിരിക്കും. ജേഡു എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ജേഡു പറയും, മമ്മി വിഷമിക്കല്ലേ, തമ്പ ശരിയാക്കി തരും. ഇപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ജേഡുമോൻ്റെ ഉവ്വ ആരാണ് ശരിയാക്കി തന്നെ? നാണം വന്നിട്ട്. ബട്ട് അവന് ഭയങ്കര വിശ്വാസമാണ്. കൊച്ചിനെ ഇത്രയും ചെറുപ്പത്തിൽ തൊട്ട് ഭയങ്കര വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയാണ് അമ്മ മാതാവ് ഞങ്ങളെ സാക്ഷിയായി നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇതേ ഞങ്ങൾക്ക് അനുവദിച്ചതെന്ന് ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നത്. അതല്ലാണ്ട് എൻ്റെ അമ്മയും ആൻറ്റിയും പോലും ഉടമ്പടി എടുത്ത് ഇവനെ ശരിയാകാൻ വേണ്ടി അവർ തുടർന്ന് പ്രാർത്ഥന വിടാണ്ട് ചൊല്ലിയിട്ടേ ഇരുന്ന്. ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അമ്മ ജവമാല റാലിയിൽ പങ്കെടുത്തു. അമ്മക്ക് തീരെ വയ്യ, അമ്മ ജോലി വിട്ട് നിന്നതാണ്. ഷുഗർ, തലകറക്കം കൊണ്ട് എപ്പോഴും തലകറക്കമായിരിക്കും. ബട്ട് അമ്മ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ ഞാൻ നിന്നെ വിശ്വസിച്ചാണ് ഇവിടെ വരുന്നത്, ഈ കൊച്ചിനെ എങ്ങനെയെങ്കിലും മടിപ്പിച്ച് തരണേ, എൻ്റെ പേരക്കൊച്ചിനെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചു തരണേന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞ് ഇവിടെ നിന്ന് അത്രയും ദൂരം റാലിയിൽ ഫുൾ കംപ്ലീറ്റ് പങ്കെടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഡോക്ടർ ഞങ്ങൾക്ക് കിട്ടിയത്. ആ മൂന്നാമത്തെ ദിവസമാണ് ഇവൻ്റെ ഒരു അത്ഭുതം പോലെ എല്ലാം തിരിച്ച് അവൻ്റെ ഫുൾ ശരീരത്തിൽ ഉള്ളിൽ വലിച്ച് ഞങ്ങൾക്കൊരു സമാധാനം കിട്ടി. ഇവൻ ശരിയാകുന്നുണ്ടെന്ന് ഓർക്കുന്നത് അമ്മ ഇവിടെ വന്ന് ജവമാല റാലിയിൽ പങ്കെടുത്ത് സമയത്താണ് ഞങ്ങൾക്ക് ഇവൻ്റെ ഈ പുതിയ ഡോക്ടറും ഈ മിറാക്കിളൊക്കെ കണ്ട് ഇപ്പം അവൻ്റെ സ്കിന്ന് നോക്കിയാൽ ഫുൾ ക്ലിയർ സ്കിൻ. ഇത് ഒരു മെഡിസിൻ ഇല്ല, ഒരു ഓയിൻമെൻറ്റോ ഒരു ഓയിലോ ഇതും ഇല്ല. അവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തന്നെ ഒരു മെഡിസിൻ ഇല്ലാണ്ട് ഇപ്പോൾ ഒരു ഫീവർ വന്നാലും അവന് മെഡിസിൻ വേണ്ട, അവൻ തന്നെ അവന് ശരിയാവും. ഒരു മിറാക്കിൾ ബേബിമാരെയാണ് കർത്താവ് ഞങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഞാൻ ഇവൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇത് കയ്യിൽ, ഇത് ശരീരത്തിൽ. ഇത് നോർമൽ കൊച്ചുകൾക്ക് എങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത്രയും ചെറുപ്പത്തിൽ ഇவ்வளோ സിവിയറായി വന്നത് ഡോക്ടർക്ക് പോലും ഇതാണ്. ഇത്ര ചെറിയ പ്രായത്തിൽ ഇவ்வளோ സിവിയറായ കണ്ടീഷൻ ഡോക്ടേഴ്സ് പോലും കണ്ടിട്ടില്ല. അത്രയും സിവിയറായ ഒരു സ്റ്റേജ് മോന് കിട്ടില്ല എന്ന് ഒരു സ്റ്റേജിൽ പോയി. ഇപ്പം ഞങ്ങളുടെ പഴയ ഡോക്ടർ തന്നെ ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവരെ അതിശയിക്കും. ഇവന് ശരിയായത് നോക്കിയപ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. അവന് ശരിയായതപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങൾക്ക് ശരിയായി കിട്ടിയത്. ഇല്ലെങ്കിൽ ഈ മിറാക്കിൾ ഞങ്ങൾക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് അമ്മ മാതാക്ക് കൊടാണ് കൊടി നന്ദി.